നമസ്കാരം NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലെ അശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണത്തിനെതിരെ കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഫൊറോന തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ മെയ് 14, 15, 16 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതാവായിരുന്ന EK ഗോപിനാഥിന്റെ അനുസ്മരണവും സ്മാരക പ്രഭാഷണവും കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. TA ഷിഹാബുദ്ദീൻ അനുസ്മരണം നടത്തി. ചെമ്പുച്ചിറ GHSSൽ +1 പ്രവേശനവും ഉന്നത വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ SSLC വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലെ അശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണത്തിനെതിരെ കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ, KJ ജോജു, ജെയിംസ് പറപ്പുള്ളി, ജസ്റ്റിൻ ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു. സ്റ്റാൻഡിന് മുൻപിലുള്ള സർവീസ് റോഡിനോട് ചേർന്ന് ബസ് ബേ നിർമ്മിക്കുക, സ്റ്റാൻഡിന് എതിർവശത്ത് യാത്രക്കാർക്ക് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുക, അപകടകരവും അശാസ്ത്രീയവുമായ ഗതാഗത പരിഷ്കരണത്തിൽ MP, MLA എന്നിവർ ഇടപെടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. MP, MLA ഇവിടെ പോയി. ജനങ്ങൾക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രമൊരുക്കുക, യാത്രക്കാർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രമൊരുക്കുക. നാഷണൽ ഹൈവേയുടെ പണി തീർന്നിട്ട് ഏകദേശം 15 വർഷത്തിലധികമായി ഈ പ്രദേശത്ത്. നമുക്കറിയാം, നിർമ്മാണ വേളയിലൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്ന് ഉണ്ടായിരുന്ന നേതൃത്വം ഈ പ്രദേശത്ത് ഏറ്റവും അപകടം കുറയ്ക്കുന്ന രീതിയിലേക്കുള്ള ഓവർബ്രിഡ്ജ് എന്ന് സജസ്റ്റ് ചെയ്ത് ഗവൺമെന്റിലേക്ക് പറഞ്ഞു. നമുക്കറിയാം, ഇവിടെ ഈ ഹൈവേയുടെ പണി കഴിഞ്ഞ കാലം തൊട്ട് ഇവിടെ അപകടങ്ങളുടെ ഒരു തീരാ പരമ്പരയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കിയത് ശ്രീ KT വിശ്വനാഥിന്റെ പ്രയത്നപരമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആമ്പല്ലൂരും പുതുക്കാടിയും ബന്ധപ്പെടുത്തി 2 പഞ്ചായത്തുകളുടെ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശം. അതുപോലെ നിരവധി എണ്ണി ഇവിടെ കണക്കുകളുണ്ട്. 190 വരെ ആയിരുന്നു പറഞ്ഞത്. എന്നിട്ട് പോലും സർക്കാരോ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ ഒരാൾ പോലും ഇതിന് ഒരു മാനദണ്ഡങ്ങളും ചെയ്യാതെ. പറപ്പൂക്കര ഫൊറോന തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ മെയ് 14, 15, 16 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 14-ന് രാവിലെ യൂണിറ്റുകളിലേക്ക് പുറപ്പെടുന്ന അമ്പ് പ്രദക്ഷിണങ്ങൾ രാത്രിയിൽ പള്ളിയിൽ തിരിച്ചെത്തി സമാപിക്കും. 15-ന് വൈകിട്ട് 5-ന് ആന എഴുന്നള്ളിപ്പോടുകൂടി അമ്പ് പ്രദക്ഷിണങ്ങൾ പള്ളിയിൽ എത്തിച്ചേരും. 5:15-ന് പ്രസിദ്ധമായ കൂട് തുറക്കൽ ചടങ്ങ്, ലദീന്, നൊവേന, വിശുദ്ധന്റെ തിരുസ്വരൂപം കൂട്ടിൽ നിന്നിറക്കൽ, തുടർന്ന് തിരുസ്വരൂപം പള്ളി ചുറ്റി പന്തലിലേക്ക് എഴുന്നള്ളിപ്പ്, 8-ന് തിരുമുടി എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ 5-നും 6-നും 7-നും 8-നും 9-നും കുർബാന, 10:30-നുള്ള ആഘോഷമായ പാട്ട് കുർബാനയ്ക്ക് ഫാദർ വിനിൽ കുരിശുതറ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഡയസ് ആന്റണി വലിയ മരത്തുങ്കൽ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 3-ന് കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം എന്നിവ ഉണ്ടാകും. വൈകിട്ട് 7-ന് തിരുശേഷിപ്പ് ആശീർവാദം, 8:30-ന് ബാൻഡ് വാദ്യാഘോഷം, 10:30-ന് വിശുദ്ധന്റെ തിരുസ്വരൂപം മദ്ബഹയിലെ രൂപക്കൂട്ടിൽ പ്രതിഷ്ഠിക്കൽ എന്നിവ നടക്കും. 23-ന് 8-ാം ഇടവും ഊട്ടുതിരുനാളും ആഘോഷിക്കും. വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ, സഹവികാരി ഫാദർ ആൽബിൻ പുതുശ്ശേരി, ജനറൽ കൺവീനർ സൈമൺ ജോൺ പുതുപ്പള്ളിപ്പറമ്പിൽ, സെക്രട്ടറി റെജിൻ പാലത്തിങ്കൽ, ട്രസ്റ്റി ജോസ് തട്ല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്നേഹമുള്ളവരെ, ഇവിടെ പറപ്പുകര പള്ളിയിലെ തിരുനാളാണ് ഈ വരുന്ന 15, 16 തീയതികളിൽ. ഇന്ന് നമ്മുടെ പള്ളിയില് സ്നേഹ സംഗമം, സമർപ്പിത സംഗമം നടക്കുകയാണ്. 16-ാം ശതോത്തര രജത ജൂബിലി നിലവിൽ ആയിരിക്കുന്ന പറപ്പുക്കര സെന്റ് ജോൺ ദ ഫൊറോന പള്ളിയിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ നാനാജാതി വത്സർ പങ്കെടുക്കുന്ന അനുഗ്രഹദായകമായ തിരുനാൾ മെയ് 14, 15, 16 തീയതികളിൽ സമുചിതമായി ആഘോഷിക്കുകയാണ്.
AD 400 സ്ഥാപിതമായ ഒരു ക്രൈസ്തവ സമൂഹമാണെന്നാണ് നമ്മൾ വിശ്വസിച്ചു പോരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് 1625 വർഷത്തിലാണ് പറപ്പൂക്കര ഇടവക നിൽക്കുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതാവായിരുന്ന EK ഗോപിനാഥിന്റെ അനുസ്മരണവും സ്മാരക പ്രഭാഷണവും കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി TA ഷിഹാബുദ്ദീൻ അനുസ്മരണം നടത്തി. മാലിന്യ സംസ്കരണം നാം എത്തി നിൽക്കുന്നതും ഇനി ചെയ്യേണ്ടതും എന്ന വിഷയത്തിൽ പ്രൊഫസർ VR രഘുനന്ദനൻ പ്രഭാഷണം നടത്തി. മാലിന്യ സംസ്കരണമല്ല, പാഴ്വസ്തു പരിപാലനമാണ് നമ്മുടെ ദൌത്യമെന്നും പാഴ്വസ്തുക്കൾ മലിനമാകാതെ പരിപാലിച്ച് വിഭവങ്ങളാക്കി മാറ്റിയെടുക്കുകയാണ് പരിഷ്കൃത സമൂഹം ചെയ്യേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജൈവ പദാർത്ഥങ്ങൾ കത്തിക്കാതെ അവ മണ്ണിന്റെ പുഷ്ടി വർദ്ധിപ്പിക്കാൻ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ പ്രസിഡന്റ് TM ശിഖാമണി അധ്യക്ഷയായി. വരന്തരപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG അശോകൻ, പുത്തഞ്ചിറ മേഖലാ സെക്രട്ടറി ജയചന്ദ്രൻ, M മോഹൻദാസ് മാസ്റ്റർ, KK അനീഷ് കുമാർ, AT ജോസ് എന്നിവർ പ്രസംഗിച്ചു. ചെമ്പുച്ചിറ GHSSൽ +1 പ്രവേശനവും ഉന്നത വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ SSLC വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക കൃപ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ VM ഹംസ, R സോബി എന്നിവർ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പൽ K സതീഷ്, TD നിമ്മി എന്നിവർ പ്രസംഗിച്ചു. ആയിരത്തി 1955 സ്ഥാപിതമായ നന്ദിപുലം മാന്നൂർ ബാലബോധോദയം ലോവർ പ്രൈമറി സ്കൂൾ സപ്തതി ആഘോഷം നടത്തുന്നതിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെയും അഭ്യുദയകാംക്ഷികളുടെയും യോഗം ചേർന്നു. പഞ്ചായത്ത് അംഗം ശ്രുതി രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ VR ഷാജി അധ്യക്ഷനായി. സ്കൂൾ വികസന സമിതി അംഗങ്ങളായ A ഉണ്ണികൃഷ്ണൻ, ബിജു അമ്പഴക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. സ്കൂളിന്റെ ആദ്യ ബാച്ചിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനും പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. മാന്നൂർ BBLP സ്കൂളിന്റെ OS രൂപീകരിച്ചു. രക്ഷാധികാരികളായി പഞ്ചായത്ത് അംഗങ്ങളായ ശ്രുതി രാഗേഷ്, രാധിക സുരേഷ്, VB അരുൺ എന്നിവരെയും ചെയർമാനായി KN ജയപ്രകാശ്, വൈസ് ചെയർമാനായി ദാമോദരൻ തിരുമേനി, ട്രഷറർ വിഷ്ണു ശിവരാമൻ, കൺവീനർ AD ജോജു, ജോയിന്റ് കൺവീനറായി TR സുരേഷ് ബാബു എന്നിവരെയും തെരഞ്ഞെടുത്തു. മറ്റത്തൂർ പഞ്ചായത്ത് 9ാം വാർഡിലെ വെള്ളിക്കുളങ്ങര വയോജന ക്ലബ്ബ് വിനോദയാത്ര സംഘടിപ്പിച്ചു. ഏകദിന യാത്രയാണ് സംഘടിപ്പിച്ചത്. ചൊവ്വാഴ്ച രാവിലെ മോഹനൻ ചള്ളിയിൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉല്ലാസയാത്രാ സംഘത്തിലെ ഓരോരുത്തരോടും നമുക്ക് ജീവിതത്തിൽ എന്നും പുതിയ പുതിയ അനുഭവങ്ങൾ, നമ്മുടെ ബോധമണ്ഡലം പറയുന്നത് വരെ നമ്മളെപ്പോഴും പുതിയ പുതിയ അറിവുകൾ സ്വാംശീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, മറ്റത്തൂർ പഞ്ചായത്ത് 9ാം വാർഡ് വെള്ളിക്കുളങ്ങരയുടെ വയോജന ക്ലബിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ടൂർ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ വയോജനങ്ങളല്ല, ഇപ്പോൾ നമ്മളൊരു ഫാമിലി ടൂർ മാതിരി ആയിട്ടുണ്ട്. തിരുനാളിനും ആറാട്ടിനും ഒന്നിച്ച് ബാനർ ഉയർത്തി മതമൈത്രിയുടെ സന്ദേശം നൽകുകയാണ് രാപ്പാളുകാർ. പറപ്പൂക്കര പള്ളി തിരുനാളിന്റെ ഭാഗമായി മെയ് 14, 15 തീയതികളിലാണ് രാപ്പാൾ സെന്റ് ജോസഫ് കുടുംബ യൂണിറ്റിന്റെ അമ്പ എഴുന്നള്ളിപ്പ്. പ്രസിദ്ധമായ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം തിരുത്സവത്തിന്റെ ആറാട്ട് 18-ന് രാപ്പാൾ കടവിലാണ് നടത്തുന്നത്. ഈ രണ്ട് ആഘോഷങ്ങളുടെയും സംയുക്ത ബാനറാണ് രാപ്പാളിൽ കഴിഞ്ഞ ദിവസം സ്ഥാപിച്ചത്. സെന്റ് ജോസഫ് യൂണിറ്റാണ് ബാനർ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത്. വാതിൽമാടം ആറാട്ട് കമ്മിറ്റിയും ഈ സദ് ഉദ്യമത്തിൽ പങ്കാളികളായി. മതമൈത്രിയുടെ സാഹോദര്യം വിളിച്ചോതുകയാണ് ഇവിടെയുള്ള നാട്ടുകാർ. സെന്റ് ജോസഫ് കുടുംബ യൂണിറ്റ് ഭാരവാഹികളായ പ്രസിഡന്റ് വർഗീസ് മഞ്ഞഴി, കമ്മിറ്റി അംഗങ്ങളായ സജി പുതുപ്പള്ളിപ്പറമ്പിൽ, സിജു പുല്ലോക്കാരൻ, റെജിൻ പാലത്തിങ്കൽ, സിജു കാളൻ, ജോണി കോഴിപ്പാടൻ, മാത്യു കോഴിപ്പാടൻ, റോജൻ മഞ്ഞളി എന്നിവരും ആറാട്ട് കമ്മിറ്റി അംഗങ്ങളായ പഞ്ചായത്ത് അംഗം KK പ്രകാശൻ, ശേഖർ സ്വാമി, മോഹനൻ കീർത്തനം, S മോഹനൻ, മോഹനൻ ദാസ് എന്നിവരും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കാനും സൗഹൃദം പങ്കിടാനും ഒത്തുകൂടി. ഇരിഞ്ഞാലക്കുട കൂടമാണിക്യ ക്ഷേത്രത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ആറാട്ട് 1.5 വർഷങ്ങളിലേക്ക് രാപ്പാളിലേക്ക് വരുമ്പോഴേ പറപ്പുകര ലോനാമുത്തപ്പന്റെ തിരുനാളും ആറാട്ടും കൂടി ഒരേ സമയങ്ങളിൽ വരുമ്പോൾ ഇതിക്ക് മുൻപും ഞങ്ങൾ ഇതുപോലുള്ള സംയുക്ത ഫ്ലെക്സ് ബോർഡുകൾ ഞങ്ങൾ സ്ഥാപിക്കാറുണ്ട്.
നമ്മൾ ഇവിടുത്തെ ഉത്സവങ്ങളായിക്കോട്ടെ, ആറാട്ടായിക്കോട്ടെ, കുംഭഭരണി ആയിക്കോട്ടെ, ദേശവിളക്കായിക്കോട്ടെ, എല്ലാം ഇവിടുത്തുകാരുടെ ആഘോഷമാണ്. ഞങ്ങളിവിടെ നിന്ന് കൂടിയിട്ടുള്ളത് ഒരു മഹത്തായ ഒരു സംരംഭത്തിൻ്റെ തുടക്കം കുറിച്ചതിന് എല്ലാ ഓൾട്ടർനേറ്റീവ് ഇയേഴ്സും ഞങ്ങളിത് ആഘോഷിക്കുകയാണ്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് രാപ്പാൾ ആറാട്ടുകടവിലേക്ക് വരുന്ന ആറാട്ട് മഹോത്സവവും പറപ്പുക്കര ഫറോന പള്ളിയുടെ തിരുനാൾ ആഘോഷവും ഏതാണ്ട് അടുത്തടുത്ത ദിവസങ്ങളിലാണ്. ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ആഘോഷത്തിന്റെ നിറവിലാണ് എല്ലാവരും. 2 മാസത്തോളം കാലിൽ പൈപ്പ് കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയ പശുക്കുട്ടിക്ക് പുതുജീവൻ. കുണ്ടായി പാടിക്ക് സമീപത്താണ് കാലിൽ പ്ലാസ്റ്റിക് പൈപ്പ് കുരുങ്ങി അവശനിലയിലായ പശുക്കുട്ടിയെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പശുക്കുട്ടിയെ പിടികൂടി കാലിലെ പൈപ്പ് നീക്കം ചെയ്ത് പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചു. ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ ഹരിപ്രസാദ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ സുരേഷ്, ഷിജിത്, ഫോറസ്റ്റ് വാച്ചർമാരായ ജിതിൻ, നിഷാദ്, നാട്ടുകാർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. പുതുക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ കാറും മിനി ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. ചൊവ്വാഴ്ച വൈകിട്ട് 5-നായിരുന്നു അപകടം. സ്വർണ്ണവിലയിൽ നേരിയ വർധനവ്. തിങ്കളാഴ്ച 2 തവണ താഴ്ന്ന സ്വർണ്ണവിലയിൽ ചൊവ്വാഴ്ച നേരിയ വർധനവ്. തിങ്കളാഴ്ച പവന് 70,000 രൂപ വരെ വില താഴ്ന്നിരുന്നു. ചൊവ്വാഴ്ച ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 8,765 രൂപയായി. ഇതോടെ പവന് 70,120 രൂപയുമായി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്ന ഒരു ഭക്ഷണശാലയുണ്ട് ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ. സൈനികർക്കും വിരമിച്ചവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇവിടെ സൗജന്യമായി ഭക്ഷണം ലഭിക്കും, അതും 24 മണിക്കൂറും. അബ്ദുൽ സലാമിന്റെ കഫേ മഖാനിയിലെ വിശേഷങ്ങൾ കാണാം. അബ്ദുൽ സലാമിന് 6 വയസ്സുള്ളപ്പോഴാണ് മൂത്ത സഹോദരൻ സൈന്യത്തിൽ ചേരുന്നത്. പിന്നീട് കുടുംബത്തിന്റെ പ്രാർത്ഥന ജ്യേഷ്ഠനും കൂടിയുള്ളതായി. സൈന്യത്തിലുള്ള സഹോദരൻ ഒരു ദിവസം നാട്ടിൽ അവധിക്ക് എത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സൈനികരായ സുഹൃത്തുക്കൾ ജ്യേഷ്ഠനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇതാണ് എല്ലാറ്റിനും വഴിത്തിരിവായത്. പിന്നീട് ആ പ്രാർത്ഥന രാജ്യത്തെ മുഴുവൻ സൈനികർക്കും വേണ്ടിയായി. വളർന്നു വലുതായപ്പോൾ സൈനികർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമായി അബ്ദുൽ സലാമിന്. സ്വന്തമായി ഒരു ഭക്ഷണശാല തുടങ്ങിയപ്പോൾ അതിൽ ഒരു മുറി തന്നെ സൈനികർക്ക് വേണ്ടി ഒഴിച്ചിട്ടു. സൈനികരുടെ ചിത്രങ്ങളും വിവിധ സേനാ വിഭാഗങ്ങളുടെ യൂണിഫോമുകളും മുറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സൈനികർക്കും മുൻ സൈനികർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ ഭക്ഷണശാലയിൽ 24 മണിക്കൂറും ഭക്ഷണം സൗജന്യമാണ്. ഭക്ഷണശാലയ്ക്ക് മുന്നിൽ സ്ഥാപിച്ച LED ബോർഡിൽ സൈനിക സ്നേഹത്തിന്റെ സന്ദേശം തെളിഞ്ഞുകൊണ്ടേയിരിക്കും. ഭക്ഷണശേഷം മടങ്ങുന്നവരുടെ കയ്യിൽ ആ സന്ദേശമടങ്ങിയ ഒരു കുറിപ്പും കൈമാറും. കഴിഞ്ഞ 5 വർഷത്തോളമായി സൈനികരെ ഇങ്ങനെ സ്നേഹത്താൽ ചേർത്തു നിർത്തുകയാണ് അബ്ദുൽ സലാം. ഞാൻ കുറെ വളർന്നു വലുതായിട്ടാണ് ഏട്ടൻ നേവിയിലാണെന്ന് എനിക്കറിയണത്. അതുവരെ എനിക്ക് പട്ടാളം എന്നുള്ളൊരു പാറ്റേൺ മാത്രമേ അറിയുള്ളൂ. വ്യത്യസ്ത സേനകൾ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഏട്ടന്റെ കൂട്ടുകാരും പറയും, പിന്നെ ഏട്ടന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഒരു ഇതാണ് പിന്നെ രാജ്യത്തെ മുഴുവൻ സൈനികർക്കായിട്ട് എന്റെ പ്രാർത്ഥന മാറിയത്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന നൈപുണ്യ വികസന കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ, ജൂനിയർ ടെലികോം ഡാറ്റ അനലിസ്റ്റ് എന്നീ കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സായ 15നും 23നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. സംവരണ വിഭാഗത്തിന് ഉയർന്ന പ്രായപരിധിയിൽ ഇളവുകൾ ഉണ്ടായിരിക്കും. കോഴ്സ് ഫീസ് തികച്ചും സൗജന്യമാണ്. ക്ലാസുകൾ പൊതു അവധി ദിവസം മാത്രമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9061212224. കുട്ടനെല്ലൂർ ശ്രീ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിസിയോളജി, മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, മലയാളം വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. ബിരുദാനന്തര ബിരുദത്തിൽ 55% കുറയാതെ മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾക്കും നെറ്റ് PhD യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. അപേക്ഷകർ ബയോഡാറ്റയും അസൽ രേഖകളും ഗസ്റ്റ് ലെക്ചർ പോളിൽ രജിസ്റ്റർ ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റും സഹിതം മെയ് 23 രാവിലെ 10:30 കോളേജിൽ എത്തിച്ചേരണം. ഫോൺ 048723533022. ഒല്ലൂക്കര അഡീഷണൽ ICDS പ്രൊജക്ട് ഓഫീസിന് കീഴിലെ ഒല്ലൂക്കര സെക്ടർ 2 അങ്കണവാടി കം ക്രഷിലേക്ക് അങ്കണവാടി ഹെൽപ്പർ തസ്തികയിലെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോർപ്പറേഷൻ പരിധിയിൽ സ്ഥിര താമസമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം.
അങ്കണവാടി ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ 10ാം ക്ലാസ് പാസ്സായവരും 35 വയസ്സ് കവിയാത്തവരുമായിരിക്കണം. കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അപേക്ഷകർ മെയ് 20 വൈകിട്ട് 5 മണി വരെ പ്രവൃത്തി സമയങ്ങളിൽ നേരിട്ടോ തപാൽ വഴിയോ ഒല്ലൂക്കര അഡീഷണൽ ICDS ഓഫീസിൽ സ്വീകരിക്കും. അപേക്ഷ ഫോമിനും മറ്റു വിവരങ്ങൾക്കും ഒല്ലൂക്കര അഡീഷണൽ ICDS ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 8281999225. ഇന്ത്യ റിസർവ് ബറ്റാലിയനിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ 59 ദിവസത്തേക്കുള്ള താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കുക്ക്, സ്വീപ്പർ തസ്തികയിൽ ക്യാമ്പ് ഫോളോവർമാരെ നിയമിക്കുന്നതിന്റെ ഭാഗമായാണ് മെയ് 15, 2025 വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ബറ്റാലിയൻ ആസ്ഥാനത്ത് അഭിമുഖം നടത്തുന്നത്. പ്രതിദിനം 710 രൂപ ശമ്പള നിരക്കിൽ പ്രതിമാസം പരമാവധി 19,170 രൂപയായിരിക്കും ശമ്പളം. നിയമനം മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മുൻഗണനാ ക്രമത്തിൽ നിശ്ചയിക്കുന്നതാണ്. തൊഴിൽ പരിചയമുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ അന്നേ ദിവസം അപേക്ഷ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പുകൾ സഹിതം ഹാജരാകണം. എന്നാൽ നിയമിതരെ യാതൊരു കാരണവശാലും ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ സ്ഥിരപ്പെടുത്തില്ലെന്ന് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ കമാൻഡന്റ് അറിയിച്ചു. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ ഓഡിയോളജിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിയിൽ ബിരുദവും RCA രജിസ്ട്രേഷനും പ്രവൃത്തി പരിചയമുള്ള 40 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കുന്നവർ ജനന തീയതി, യോഗ്യത, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പും ബയോഡാറ്റയും സഹിതം നേരിട്ടോ തപാൽ മുഖേനയോ മെയ് 21 വൈകിട്ട് 5 മണിക്ക് മുൻപായി ആരോഗ്യ കേരളം തൃശൂർ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0477-232-5824 ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്വർണ്ണവില. സ്വർണ്ണഗ്രാമിന് 8,765 രൂപയും പവന് 70,120 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് വടക്കേത്തുറവ് പല്ലിശ്ശേരി ജോസ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30 പുതുക്കാട് സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. ഭാര്യ അന്നൻകുട്ടി, ജാൻസി, ഷാജി, ബിജു എന്നിവർ മക്കളും ജിനി, വിൻസെന്റ്, സിന്ധു എന്നിവർ മരുമക്കളുമാണ്. വരാക്കര വാളിപ്പാടം വെളിയത്ത് വീട്ടിൽ ശർമ്മന്റെയും അനാർക്കലിയുടെയും മകൻ അഖിൽ എന്ന കണ്ണൻ അന്തരിച്ചു. 33 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലെ അശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണത്തിനെതിരെ കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഫൊറോന തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാൾ മെയ് 14, 15, 16 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതാവായിരുന്ന EK ഗോപിനാഥിന്റെ അനുസ്മരണവും സ്മാരക പ്രഭാഷണവും കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. TA ഷിഹാബുദ്ദീൻ അനുസ്മരണം നടത്തി. ചെമ്പുച്ചിറ GHSSൽ +1 പ്രവേശനവും ഉന്നത വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ SSLC വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.